അപ്പൊ നമുക്ക് ഇന്ന് എന്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് കണ്ടാലോ. വാട്ട്സ് ഇൻ മൈ ബാഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാൽ നമുക്ക് നോക്കാം. ഈ ബാഗ് ഉണ്ടല്ലോ ഒരു ഏകദേശം ഒരു 4 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. ഞാനും ശാരീച്ചിയും ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു പ്രാവശ്യം എക്സിബിഷന് പോയപ്പോൾ മേടിച്ച ബാഗാണ് കേട്ടോ. 250 രൂപയുടെ ബാഗാണ് കേട്ടോ അത്. ഇപ്പൊ 4 വർഷത്തെ പഴക്കമുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കോലം കെട്ടിട്ടുണ്ട് കേട്ടോ. കേട്ടാ പൊട്ടി പൊളിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് ബാഗ്. ഞാൻ പക്ഷെ ഇങ്ങനെ വണ്ടിയുടെ ഉള്ളിൽ വെച്ച് കൊണ്ടുനടക്കല്ല ഉള്ള കാരണം കൊണ്ട് ഞാൻ വേറെ പ്രത്യേകിച്ച് ബാഗിനായിട്ട് അങ്ങനെ ഇത് ചെയ്യാറില്ല. പിന്നെ ഇത് സാധാരണക്കാരുടെ ഒരു ആളുടെ ബാഗാണ്. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണെന്ന്. അപ്പൊ ഇത് ഞാൻ തുറക്കുമ്പോൾ ഇതിൽ കുറെ കള്ളികളൊന്നും ഇല്ല. ഒരു ചെറിയൊരു കള്ളി പിന്നെ 2 ഇടക്കള്ളി മാത്രമേ. അപ്പൊ പിന്നെ ഇതില് ഫോണില്ലാണ്ടൊന്നും നടക്കില്ല. അത് കാരണം ഫോൺ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. പിന്നെ കടയുടെ ചാവി, ഇതും എപ്പോഴും ഉണ്ടാവും ഇവിടെ. പിന്നെ ഇതിൽ വണ്ടിയുടെ ചാവിയും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു കുഞ്ഞൊരു പേഴ്സ് ഉണ്ട്. ഈ പേഴ്സിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. കുറേ കാർഡുകളൊക്കെ ഉണ്ടാവും. കാണിച്ചു കാർഡ് നല്ലതായിട്ട് ഇതൊക്കെ കുറേ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ആധാർ കാർഡ് മറ്റേ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡാക്കാം. ഇത് മറ്റേ DCBസിന്റെ കാർഡ്. പിന്നെ ഇതൊക്കെ ATM കാർഡാണ്. പിന്നെ ID കാർഡ്, അങ്ങനെയൊക്കെ തന്നെ. പാൻ കാർഡ്, ഇതൊക്കെ ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെ കുറെ. പിന്നെ ഒരു 500 രൂപ ക്യാഷ് കൊടുക്കാം. പിന്നെ അതിനകത്ത് കാര്യമായിട്ട് ഒന്നുമില്ല. പിന്നെന്താ ഇത് എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എന്തോ ഒരു വിസിറ്റിംഗ് കാർഡ്. അത് ഇവിടെ നമ്മുടെ ഷോപ്പിൽ ഇങ്ങനെ വന്നപ്പോഴേ ഗോൾഡിന്റെ പുതിയ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ വന്നപ്പോൾ അവര് ആരോ തന്നതാണ്. ഞാൻ അന്ന് സൂക്ഷിച്ചു വെച്ചത്. പിന്നെ ഇത് ഗോൾഡിലോട്ട് റെസിപ്റ്റ് റെസിപ്റ്റാണ്, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു 5 രൂപയുണ്ട്. പിന്നെന്താ പിന്നെ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് കേട്ടോ. നോക്കട്ടെ. സത്യം പറഞ്ഞാൽ ഒന്നും നോക്കാറില്ല. ഇതിനുള്ള എന്തൊക്കെ ഒന്നും നോക്കാറില്ല. ആവശ്യം കൂടെ HDFCയുടെ അല്ല IOBയുടെ ATM കാർഡ് ഇടയ്ക്കല്ല എന്നും ആവശ്യമുണ്ടാവും. കടയിലെ കളക്ഷൻ ഇടാൻ വേണ്ടി CDM ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കും. പിന്നെ HDFC ധനലക്ഷ്മി ഇതൊക്കെ മറ്റേ കറണ്ട് അക്കൗണ്ടും ഇത് പേഴ്സണൽ അക്കൗണ്ടാണ്. പക്ഷെ ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. കാരണം കൊണ്ട് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയണം. എനിക്ക് പോലും അറിയില്ല. പാറ്റും പല്ലിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ല നോക്കാട്ടോ നമുക്ക്. ഇതിനും ഏകദേശം നല്ല പഴക്കം കിട്ടോ. ഓട്ടിക്കിട്ട് നോക്കട്ടെ. കുറച്ച് കോയിൻസ് ഉണ്ട് കേട്ടോ. കോയിൻസ് ഒക്കെ അക്കൂനി അമ്മേനെയൊക്കെ കാണാണ്ട് എടുത്തേക്കണതാണ് ഇതിനകത്ത്. അവരൊക്കെ ഉണ്ട്. അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് പോകും. അപ്പൊ നമ്മളിങ്ങനെ എടുത്ത് വെക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. ഇതെനിക്ക് വിഷ്കായിട്ട് ഇതിന്റെ പൈസ ആവുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് വിൽക്കണം. പിന്നെ അതിനകത്ത് ഇത് അതെ ബാങ്കിന്റെ ATM കാർഡ്. പിന്നെ ഇത് മറ്റേ ജൂബിലി മിഷന്റെ ഡോക്ടറെ കണ്ട കാർഡാണ്. അവിടെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ മറ്റേ കാർഡ് എടുക്കുമല്ലോ, ആ സംഭവം. ഇത് എന്റെ മുക്കുട്ടിയുടെ ഡയമണ്ടിന്റെ കാർഡ്. പിന്നെ ഇത് ജൂബിലി മിഷൻ മരുന്ന് വെച്ചെന്റെ റെസിപ്റ്റാണ് കളയാൻ. ഇത് അമ്മയുടെ ATM കാർഡാണ് കേട്ടോ. അമ്മമ്മയൊക്കെ വെച്ച് പോയി. അമ്മമ്മയുടെ ATM കാർഡ് അല്ലേ മറ്റേ പെൻഷൻ പൈസയൊക്കെ വരില്ലേ. അപ്പൊ അതൊക്കെ എടുത്ത് കൊടുക്കായിരുന്നു ഞാനായിരുന്നു. അപ്പൊ അമ്മമ്മയുടെ ATM കാർഡ് അമ്മ വെച്ച് പോയിട്ട് 4 വർഷങ്ങളായിട്ടോ. അമ്മമ്മയുടെ ഓർമ്മയ്ക്കിരിക്കട്ടെ. പിന്നെ ഇത് പുതിയ ATM കാർഡ് വന്നെ കവറാന്ന് തോന്നുന്നു. കഴിഞ്ഞു. ഈ ബാഗിനകത്ത് കഴിഞ്ഞു കേട്ടോ. കുഞ്ഞു ബസ്സിനുള്ളിലൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ഇവിടെ വെക്കണം. കഴിഞ്ഞിട്ടുള്ള കുത്തി നിറയ്ക്കാം. ആവശ്യമില്ലാത്തൊക്കെ കാട്ടികളയാം. പിന്നെ എൻ്റെ കയ്യിൽ പേനുണ്ടോ. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ നമുക്ക് എഴുതണ്ടേ, അതിന് വേണ്ടി. പിന്നെ ഒരു ബണ്ണുണ്ടോ പൊടിമിടാൻ. അങ്ങനെ കഴിഞ്ഞു കേട്ടോ. വേറെ ഒന്നുമില്ല. ഈ കാര്യം ഉണ്ടല്ലോ, ബണ്ണുണ്ടല്ലോ. ഒരു പേനുണ്ട്. ഇത് അതുകൊണ്ട് എന്നാണ്ട് വന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കാര്യം. അതിനകത്ത് ഏകദേശം കുറേ സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയില്ല. ഒക്കെ ആവശ്യമില്ലാത്തന്നെയാവും. മാമത്തിന്റെ ഇത് ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക്ക്.
പിന്നെ അന്തവും കുന്തവും പേരും അഡ്രസ്സും ഒന്നും ഇല്ല. പക്ഷെ അധികം പഴക്കമൊന്നും എത്തിയിട്ടില്ല. ഒരു 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 5-6 മാസമൊക്കെ എന്തായാലും ആയിട്ടുണ്ടാവും. ഇത് ഇതിനകത്ത് എപ്പോഴും എടുക്കും. അത് കാരണം കൊണ്ടാണ് ഇത്. അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഉണ്ട് കേട്ടോ, പുതിയതാണ്. പിന്നെ പിന്നെ നെയിൽ പോളിഷ്. ഞാൻ കയ്യിൽ നെയിൽ പോളിഷ് ഇല്ല, കാലിലിടും. ഇതൊരു ബ്ലാക്ക് കളർ. എന്തോ ഒരു വിശേഷത്തിന് വീട്ടിലേക്ക് ഇടാം. കടയിൽ വെച്ച് ഇടാൻ ടൈം കിട്ടില്ല. അത് കാരണം കൊണ്ട് വീട്ടിലേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുവന്നത്. അത് കടയിലാണ് വെക്കാറ്. പിന്നെ പിന്നെ പൈസ. ഇത് CDM ചെയ്തിട്ട് പോവാത്ത ചില 100 നോട്ടുകളും കാര്യങ്ങളൊക്കെ അത് പോസ്റ്റിനകത്ത് ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ആവശ്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് പഴയ HDFC കാർഡ്, ഡേറ്റ് കഴിഞ്ഞു. ഇത് കൊറിയർ സർവീസിന്റെ. അനിയൻ പുറത്താണ്. അപ്പൊ അവനെന്തോ സാധനങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട് DTDCയിൽ പോയപ്പോൾ അവരെ വിസിറ്റിംഗ് ആണ്. പിന്നെ ഇത് ബ്ലൂ ലാഷിന്റെ ബ്യൂട്ടി പാർലറിന്റെ കാർഡ്. പിന്നെന്താ നീളത്തിലുള്ള വലിയ എന്തിനൊന്നും ഓർമ്മയില്ല. പക്ഷെ അത്യാവശ്യം നല്ല എമൗണ്ട് ഒക്കെ ഉണ്ട്. എന്തിന്റെ വില്ലാണോ എന്തിനെങ്കിലും ആട്ടെ, എന്താ സംഭവം, എന്തായാലും കളയേണ്ടതാണ്. പൊക്കോട്ടെ. പിന്നെ ഇതെന്താണോ? ഇത് എന്തിന്റെ ഒരു സ്ട്രിപ്പാണ്. ഇത് അമ്മയുടെയാണോ എന്റെയാണോ എന്ന് അറിയില്ല. പിന്നെ ഇത് ഇത് ഞാൻ MRI സ്കാൻ എടുത്തതിന്റെ റെസിപ്റ്റ് 7500 രൂപയാണ്. അതിന്റെ ഓർമ്മയ്ക്ക് എടുത്ത് വെച്ചത്. അത്ര പൈസ പോയതല്ലേ, എന്നാ കാര്യമൊന്നും ഉണ്ടായില്ല. അതിന്റെ ഫോളോപ്പ് ഞാൻ നടത്തിയില്ല. പിന്നെ ഉണ്ട് കേട്ടോ കാർഡ്. ഇത് അതന്നെ ജൂബിലി മിഷന്റെ കാർഡ്. പിന്നെ ഇത് ക്രെഡിറ്റ് കാർഡ്, പഴയ ക്രെഡിറ്റ് കാർഡ്. അത് ഉപയോഗിക്കണമെന്നില്ല. കുറെ മഞ്ഞ കാർഡുകളുണ്ടല്ലോ, കാസർഗോഡിലുണ്ട്. ഇതൊരു ബൾബ്. പിന്നെ ഇതാണ്. ഇതല്ല ഇല്ല, ഇത് ഞങ്ങളുടെ വീടിന്റെ പോലീസ് റൂമിന്റെ താക്കോലാണ്. ഞാൻ അതിലും കൂടി ഇടയ്ക്ക് തല്ലുവിടുമ്പോ അവൻ പറയും അവൻ്റെ അടുത്ത് അവിടെ ആ റൂമിൽ കിടക്കണ്ടെന്ന് പറയും. അപ്പൊ അവൻ പിന്നീട് സ്നേഹമാകുമ്പോ തരും. ഞാൻ അഥവാ പുറത്താക്കാണെങ്കിൽ നീ ഈ താക്കോലിട്ട് വീട്ടിൽ റൂമിൽ കയറിക്കോളാന്ന് പറയും. അതിന് വേണ്ടി താക്കോലാണ് ഇട്ടത്. അപ്പൊ ഞങ്ങളുടെ റൂമിന്റെ സ്പെയർ കീ ആണ്. പിന്നെ ഇത് അക്കുമോനെ ഈ എനിക്കിനെ കാണിച്ചെന്റെ കാർഡ്. പിന്നെ നമ്മുടെ കടയുടെ വിസിറ്റിംഗ് കാർഡ് കണ്ടാ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിട്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഒറിജിനല്ല. പിന്നെ അയ്യോ, ഇത് ഗോൾഡ് ലോൺ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ എടുത്തു പോയതാന്ന് തോന്നുന്നത്. റെസിപ്റ്റ് മാത്രമാണ് കേട്ടാ. ഇത് അച്ഛൻ്റെ അമ്മ മരിച്ചിട്ട് 1 വർഷം ആയിട്ടില്ല, കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പൊ ആളുടെ ഫോട്ടോ നമ്മൾ മറ്റേ 16-ന്റെ അന്ന് ഫ്രെയിമൊക്കെ ചെയ്യില്ലേ, അപ്പൊ അന്ന് ഫ്രെയിം ചെയ്യാൻ വേണ്ടിട്ട് തന്നതാണ്. വീട്ടിൽ നിന്ന് അച്ഛനാ വലിച്ചനാരും തന്നതാണ്. അപ്പൊ അതന്ന് കയ്യിൽ വെച്ചതാ. പിന്നെ പാവല്ലേ പോയി സൂം ചെയ്യണ. അത് വെച്ചിട്ട് കഴിഞ്ഞ അപ്പൊ ആളുടെ ഒരു ഓർമ്മയ്ക്ക് അതിരിക്കട്ടെ. പിന്നെ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. അത് മാത്രമല്ല തലവേദന, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഈ സ്ഥലങ്ങൾ കാണാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ദൂരയാത്ര, വണ്ടിയിലുള്ള യാത്രയൊന്നും എനിക്ക് പറ്റില്ല. വണ്ടിയിൽ കയറി ഇവിടെ നിന്ന് കുറച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തുടങ്ങും ഛർദി, തലവേദന, അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പൊ ഒരു പ്രാവശ്യം ഓൺലൈനിൽ നിന്ന് കണ്ടപ്പോ പിന്നെ നമ്മുടെ മറ്റേ മഞ്ജു വാര്യർ ഒട്ടിച്ചു എന്ന് പറഞ്ഞില്ലേ, അന്നാണ് ഞാൻ ഈ സാധനം നോട്ട് ചെയ്തത്. അങ്ങനെ ഓൺലൈനിൽ നിന്ന് മേടിച്ചത് കേട്ടോ. കുറച്ചുണ്ട്. ഇത് കുഴപ്പമില്ല, നല്ല തലവേദനയ്ക്കും വോമിറ്റിങ്ങിനൊക്കെ ഇതാണ്. ഞാൻ അതിന് ശേഷം 3-4 പ്രാവശ്യം ഇതൊട്ടിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ കാറിലൊക്കെ പോകുമ്പോൾ അവരെവിടെ പോകുമ്പോഴേ എന്നെ വിളിക്കും. ഞാൻ പോവില്ല, കാരണം ഛർദിയെ കാരണം കൊണ്ട് പോവില്ല. പോയി വന്നിട്ട് ഛർദിക്കാതെ ആരും കൂട്ടുണ്ടാവില്ല, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കാരണം 2 ദിവസം ഉണ്ടാവും അതിന് ക്ഷീണം. കാരണം കൊണ്ട് ഇത് മസ്റ്റാണ്. ഇതിപ്പോ കയ്യിൽ വയ്ക്കാറുണ്ട്. പിന്നെ ഏതോ ഒരു ഫോട്ടോയുടെ കവർക്ക് കളയണം.
ഇതിന്റെ കൂടെ തന്നെ എന്റെ ബാഗ് ക്ലീൻ ചെയ്യണം കൂടി ഇതില് ഉണ്ട് കേട്ടോ. ഇതൊരു ഗോൾഡ് ലോണിന്റെ റെസിപ്റ്റ് ആണ്. ഇതൊക്കെ എടുത്തു പോയതാണ് കേട്ടോ, കളയാണ്ട് വെച്ചേക്കുന്നതാ. പിന്നെ പൈസ ഇന്നലത്തെ കളക്ഷൻ പൈസയാണ്. CDM കംപ്ലൈന്റ് ആയ കാരണം കൊണ്ട് ഇട്ടിട്ടില്ല ഇന്നുള്ളത്. പിന്നെ കുറച്ച് കോയിൻസ്. ഇത് കടയിൽ ചേഞ്ചിന്റെ ആവശ്യം വരില്ല. പിന്നെ ഞാൻ കടയിലൊക്കെ പോകുമ്പോൾ ബാക്കിയൊക്കെ കിട്ടണതൊക്കെ ഇതിനകത്തിടും. അങ്ങനെ കുറച്ച് ചേഞ്ച് ഉണ്ടാവും. ഇത് അക്കു അമ്മയൊക്കെ കണ്ട അവരൊക്കെ അടിച്ചു മാറ്റും. ഇതൊക്കെ ഇവരെ കാണാൻ എടുത്തിരിക്കുന്ന കാര്യങ്ങളായിട്ടാ. പിന്നെ ഒരു കുഞ്ഞ് എന്താ പറയുന്നത് ഇർക്കി സ്റ്റൈൽ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി ഇവിടെ കുറച്ച് നാൾ മുമ്പ് വെട്ടിയിട്ടായിരുന്നു. എനിക്കങ്ങനെ വെട്ടിയിടുന്നൊന്നും ഇഷ്ടമല്ല. പിന്നെ അന്നെന്തോ ഒരു മറ്റിനെ വെട്ടിയതാണ്. അപ്പൊ പിന്നെ അതിങ്ങനെ ശല്യം ചെയ്ത് വരുമ്പോ അതിനടുത്ത് കുത്താനുള്ള സാധനമാണ് അത് ഉണ്ടാവുന്നത്. അപ്പൊ ഈ കല്ല് നമുക്ക് അടച്ചിട്ട് തീക്കാം. ഇതിനകത്തൊന്നുമില്ല, കയ്യും കാര്യം എന്താണ്ടൊക്കെ പോകുന്നുള്ളത് യുപിന് എന്തൊരാവശ്യത്തിന് എടുത്തിട്ടതാണ്. വേറെ ഒന്നുമില്ല. ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഇത് സാധാരണ ഒരാളുടെ ബാഗിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നില്ല. അപ്പൊ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറഞ്ഞു. ടാറ്റാ.